ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഷക്ഷൂക്ക എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പേര് പോലെ അത്ര ബുദ്ധിമുട്ടുള്ള സംഭവമൊന്നുമല്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഡിഷാണിത്. ഇത് കൂടുതലും പോപ്പുലർ ആയിട്ടുള്ളത് മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിലൊക്കെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും പിന്നെ സൈഡ് ഡിഷ് ആയിട്ടും ഒക്കെ ഇത് സെർവ് ചെയ്യാറുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരഞ്ഞെടുത്ത വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇത് സാധാരണ ചെയ്തെടുക്കുന്നത് ഒലിവ് ഓയിലാണ്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വെളുത്തുള്ളി കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മീഡിയം വലുപ്പത്തിലുള്ള 2 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാൻ ഒലിവ് ഓയിൽ അങ്ങനെ ചൂടാക്കി ഉപയോഗിക്കാറില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒലിവ് ഓയിലിൽ കുക്ക് ചെയ്യാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിൽ എടുക്കാവുന്നതാണ്. ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ക്യാപ്സിക്കം അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ റെഡ് ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് 2 വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലതുപോലെ ചേർക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ പഴുത്ത തക്കാളി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് തക്കാളി നല്ലതുപോലെ വേവിച്ചെടുക്കാം. 2-3 മിനിറ്റ് വേവിച്ചെടുത്താൽ മതിയാകും. ഇപ്പോൾ തക്കാളി നല്ലതുപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ആ സ്പൂൺ കൊണ്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് പാപ്രിക്ക പൗഡർ യൂസ് ചെയ്യാവുന്നതാണ്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ടൊമാറ്റോ പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഷുഗർ കഴിക്കാത്തവരാണെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം. പിന്നെ ഈ ഒരു ഡിഷിന് ചെറിയൊരു മധുരവും പുളിയും എരിവും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു ഡിഷാണിത്. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് മസാല ഒന്ന് നിരത്തി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ചെറിയ സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അവിടെയാണ് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 6 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ സ്പേസ് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഓരോ മുട്ടയും പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 6 മുട്ടയും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് മിക്സ്ഡ് ഹെർബ്സ് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഒറിഗാനോ കയ്യിലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് മൊസറല്ല ചീസും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്. മിക്സ്ഡ് ഹെർബ്സും ഒറിഗാനോ ഒന്നും ഇല്ലെങ്കിൽ കുറച്ച് ഗരം മസാല ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ലോ ഹീറ്റിലാണ് വേവിച്ചെടുക്കുന്നത്. മുട്ടയുടെ വെള്ളയൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കിതിനെ വേവിച്ചെടുക്കാം. നമ്മൾ ബുൾസൈയൊക്കെ തയ്യാറാക്കി എടുക്കുന്ന പോലെയാണ്. ഇപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ചെറിയ ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. കുബൂസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് സെർവ് ചെയ്യാം. അല്ലെങ്കിൽ അതിങ്ങനെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.